ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പതിപോലെ ഞാനും കുഞ്ഞും കൂടെ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട്, അതായത് 2 വർഷമായിട്ട് കുഞ്ഞുവിൻ്റെ കൂടെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കരിയറിൽ നല്ല ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കരിയറിൽ ബ്രേക്ക് വരുമ്പോൾ വിഷമമാണ്. അതേസമയം എനിക്ക് കുഞ്ഞുവിനെ ഒറ്റയ്ക്കാക്കിയിട്ടും പോകാനും വിഷമമായിരുന്നു. അമ്മയാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് അത് മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. ഞാനിങ്ങനെ ഇവിടെ കുറേ അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ കരിയർ ബ്രേക്ക് കാരണമൊക്കെ എനിക്ക് കുറേ റിജക്ഷനൊക്കെ വന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ കുറച്ച് നെർവസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അപ്പം ഞാൻ ജോലി കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ജോലി സ്റ്റാർട്ടായി. ആക്ച്വലി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ജോലി സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ പഴയതുപോലെയല്ലോ, പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുഞ്ഞുവിൻ്റെ കാര്യമായിരുന്നു ഭയങ്കര വിഷമം. കാര്യം എനിക്ക് അവളുടെ അടുത്ത് നിന്ന് പോകാൻ ഭയങ്കര വിഷമമായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ 2 വർഷമായിട്ട് ഇങ്ങനെ രണ്ടര വർഷമായി ആക്ച്വലി ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം കുഞ്ഞുമായിട്ട് ഉള്ള ഒരു ബോണ്ടും അവൾക്ക് എൻ്റെ അടുത്തുള്ളൊരു ബോണ്ടും, അത് എന്താ വേറൊരു സപ്പോർട്ടും അമ്മമ്മയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോൾ എനിക്ക് പിരിയാൻ ഭയങ്കര വിഷമമായിരുന്നു അവളെക്കാളും. അപ്പോൾ പക്ഷേ എൻ്റെ കരിയറും എനിക്ക് നോക്കണം. പിന്നെ ഒരാളുടെ സാലറിയിൽ ഇവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജീവിക്കുമ്പോഴത്തേക്കും അവളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കാശുണ്ടാക്കണം, നമ്മുടെ ഫ്യൂച്ചർ നോക്കണം. എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് വന്നിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അമ്മ ആകുമ്പോഴത്തേക്കും നമ്മുടെ കരിയർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മക്കൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ചോദിക്കും, നിന്നെ കാരണമാണ് എൻ്റെ കരിയർ ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിരിക്കാൻ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ പറയാൻ നമുക്കൊരു ഇതുണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, കുഞ്ഞുവിന് ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു സമയം വരും. ആ സമയത്ത് നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കുഞ്ഞുവിനെ നമ്മൾ ഡേ കെയറിലാക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.